ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഉമ്മ എല്ലാവർക്കും ഉമ്മ ഗുഡ് മോർണിംഗ്. ഞാനും കൊടുത്തു. ഇരിക്കട്ടെ. അപ്പോ പറയണം. ഇവന് ഇഷ്ടമുള്ളതാണ് ചിക്കൻ. ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അത് ഇവന് വേണ്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഞാനിതില് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചതാണ്. എല്ലാം ഇത് ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അതൊക്കെ തിരുമ്പി. ഇത് എത്ര നേരം നമ്മൾ വെക്കണോ അത്രയും നല്ലതാണ്. അല്ല, ഈ കുരുമുളക് പൊടി തന്നെയാണോ ഈ കുരുമുളകിന്റെ പേര്? പിന്നെ എന്താണ് കുരുമുളക് മറ്റാണോ? ഗുരുവല്ല, കുരുമുളക്. എന്താ പറയാ, ഈ രുദ്രാക്ഷത്തിന്റെ ചെറിയ മോഡലാണല്ലോ ഈ കുരുമുളക് ഉള്ളത്. അപ്പൊ വല്ല കുരുമുളക് ആയിരിക്കും, അതിന് കുരുമുളക് ആക്കിയതായിരിക്കോ? അപ്പൊ പിന്നെ അതിന് വേണ്ട സാധനങ്ങള് സവോള, ഇത് 2 സവോള, ഒരു തക്കാളി, വലിയ തക്കാളി ആയത് കാരണം 1, അല്ലെങ്കിൽ 2 എടുക്കാറുണ്ട്. പിന്നെ ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ഇത്ര നീളമുള്ള കഷ്ണം ഇഞ്ചി, ഇത്ര ഒരു 8 അല്ലി ചെറുതായിരുന്നു, അത് 8 അല്ലി വെളുത്തുള്ളി, ഇത് ചതച്ചതാണ്. പിന്നെ കറിവേപ്പില നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തുള്ളൂ. ഇതിൽ കറിവേപ്പിലയാണ് ഇതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിൽ നല്ലോണം കറിവേപ്പില ഇടണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. മനസ്സിലായോ? ഇത് ഏതാണ്ട് ഇതാ. അപ്പൊ അതാണ് ഇതാ, കണ്ടില്ലേ? കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുത്തോളൂ കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിയണം. അപ്പൊ ഇതിൽ കിടന്നത് വേവുമ്പോ അതിൽ കിടന്ന് അത് എടുത്തു കളയേണ്ട ആവശ്യം വരും. ഇതിലല്ല. അപ്പൊ സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഈ 4 സാധനം ഞങ്ങൾക്ക് അറിയാമോ? എത്ര ഭാഷ അത് പറയണമോ? പച്ചമുളക്, പിന്നെ ഗരം മസാല. ചൂടുണ്ടത്? ഇല്ല. പിന്നെ എങ്ങനെ ഗരം മസാല? ചെറുനാരങ്ങ നീര്, ഇത് പകുതി ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങ. ഗരം എന്ന് പറഞ്ഞ എന്താ? പെരുംജീരകം, നല്ല ജീരകം, ഇത്രയും. അമ്മ ഗരം എന്ന് പറഞ്ഞ ചൂടല്ലേ? ഗരം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലല്ലേ? ഗരം മസാലക്ക് ഗരം മസാല. അപ്പൊ മലയാളത്തില് ഗരം എന്ന് പറഞ്ഞ എന്താ? ഗരം എന്ന് ചമക്കണതോ? ഗരം എന്ന് രാവിലെ ഗരം ഉണ്ടായല്ലോ. അതെന്തറിയോ, ഇവനെ ഞാന് കുളിക്കാൻ പോകാൻ നിൽക്കാറുണ്ട്. അപ്പൊ കാലത്ത് നേന്ത്രപ്പഴം മുഴുങ്ങും, ഓരോ മുട്ടയും മുഴുങ്ങി കൊടുക്കാറുണ്ട്. അമ്മ ഇവന്ന് പറയരുത്, കാരണം എന്താ അറിയോ? എങ്ങനെ പറയരുത്? മോനെ, കുട്ടി, എന്താ കേക്കോ? ഞാൻ പറയാം. അപ്പൊ നേന്ത്രപ്പഴം ഞാൻ പുഴുങ്ങി വെച്ചു. അപ്പൊ മുട്ട പുഴുങ്ങാൻ പറ്റുമ്പോ ഞാൻ വെച്ചു, ഇത് അവിടെ വരെ ഇവിടെ നിൽക്കണ്ടേ, വേഗം കുളിച്ചിട്ട് വന്നിട്ട് എനിക്ക് വിളക്ക് വെക്കണം. അപ്പൊ പിന്നെ ഇവർക്ക് നേരത്തെ ഇതൊന്നും കഴിക്കാൻ പിന്നെ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ ആദ്യം ഇതൊന്ന് കൊടുക്കും, ഒരു മുട്ട. എന്താ ഒരു ഉത്സാഹത്തൊക്കെ പറയാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ വെച്ചു, ചായ വെച്ചു ഫ്ലാസ്കിൽ. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ട് വരാം, മോനെ വിളക്ക് വെച്ചിട്ട് വേണം ഞാൻ ടിഫിനൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊരു 5 മിനിറ്റ് പോലെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ തന്നെ നിന്നോ, അത് ഓഫ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് നേരെ വിളക്ക് വെച്ചു. പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോ ഒരു മണം വരുന്നുണ്ട്. അത് ചന്ദനത്തിരയുടെ മണം. മിണ്ടാണ്ടിരുന്നോട്ടാ, ഒരു മണം, എന്തോ ഒരു കരിഞ്ഞ മണം. എന്താണ് എവിടുന്ന്? അപ്പൊ അടുത്ത വീടുകളിൽ മീൻ വറക്കുമ്പോഴും അതിന്റെയൊക്കെ മണം വരുമല്ലോ. എന്തിന്റെ മണാണെന്നുകൊണ്ട് ഞാനിരുന്നു. വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഇവിടെ ചട്ടി ഇങ്ങനെ കത്തുന്നു, മുട്ടയും ഒക്കെ കൂടി കത്തുന്നു ഇരുന്നിട്ട്. എന്താണാവത് അങ്ങനെ ആവാൻ കാരണം? അപ്പൊ തന്നെ കഴിഞ്ഞില്ല. അപ്പൊ ഇവരെന്താ വേണ്ടത് പറയും. ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറ്റാണ്ട് ഇവരുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കണു. അല്ലമ്മ, അച്ഛൻ എന്താ പറഞ്ഞേ? ഈ കുട്ടിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ പാടും. ഇവനെ ഞാൻ ചീത്ത പറയുമ്പോ അച്ഛൻ പറയാണ്, അയ്യോ പാവ, എന്റെ കുട്ടിക്ക് മറവിയുടെ രോഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവരെ എവിടെ മറവിയുടെ രോഗം? അച്ഛൻ സപ്പോർട്ട് ചെയ്യുക വെറുതെ. കുട്ടിക്ക് മറവിയുടെ രോഗം ഉണ്ട്, അതുകൊണ്ടാണ്. അതിനെന്തിനാ ചീത്ത പറയുന്നത്? മറവിയുടെ രോഗമല്ല, മറവിയുണ്ട്. എന്തോ പറഞ്ഞു, മറവിയുണ്ട് അതിന്, പാവം. അതുകൊണ്ടല്ലേ ഇത് സപ്പോർട്ട്. അപ്പൊ ഇവന് മറവി 10 കൊല്ലം മുമ്പ് നടന്നവർക്ക് ഓർമ്മയുണ്ട്. ഇവന് ചെറിയ 5 വയസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ഇവന് മറവി. എന്നിട്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ അപ്പോഴും അച്ഛൻ ലാസ്റ്റ് പറഞ്ഞത് ന്യായം. ഇത്രയും നേരം നിനക്ക് നിൽക്കാനാണെങ്കിൽ 5 മിനിറ്റും കൂടി അത് നിന്നിട്ട് പോയിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും അച്ഛന് എന്നെയാണ് കുറ്റം, മകനെ അല്ല. എന്നിട്ട് നമ്മുടെ ഒരു ചോദ്യം, ഏത് ഫോനായിരുന്നാലും അത് ഇത്ര അത്യാവശ്യം നിനക്ക് ഇത്ര മറവി വരാൻ? അല്ലെങ്കിൽ എന്താ പോയാ അടുക്കളയിൽ നിന്നൊരു സംസാരിച്ച പോരെ. അപ്പൊ ഇത്തിരി പെരുംജീരകം. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും
ഈ ചിക്കനും മട്ടനോടൊന്നും എന്തെന്നെ നോൺ വെജിറ്റേറിയൻ ആയാലും കുറച്ച് നല്ല ജീരകം ഇടണം. അപ്പൊ അതിന് അമ്മ അതിന്നൊക്കെ പതിയെ പതിയെ ഒന്ന് കുറഞ്ഞല്ലോ. പണ്ടൊക്കെ നന്നായി കഴിക്കണ്ടായിരുന്നല്ലോ അമ്മ. ഇപ്പൊ എനിക്ക് അതിനൊന്നും ഇപ്പൊ വെജിറ്റേറിയൻ ആണ് നമുക്ക് ഏറ്റവും താല്പര്യം അല്ലേ? അന്ന് അങ്ങനെയല്ല, ഇത് കഴിച്ചാലും അതിന്റെ കൂടെ എനിക്ക് വേണം എന്തെങ്കിലും. പക്ഷെ ഇപ്പൊ അതല്ല. അപ്പൊ ഈ സബോളയും കൂടി ഇട്ടു. ഈ സബോള മുറിച്ച് വെച്ചാൽ ഈ സബോള തന്നെ ഇല്ല. പിന്നെ വേറെ സബോള ആകെ എല്ലാം നിഷ്പിച്ചാണ് ആ പാത്രം ഒന്നിനും കൂടി ഇല്ല. ആകെ 5 മുട്ടയും ഇന്നാട് ഏതോ ഒരു തമിഴത്ത് ഇതിനെ കൊണ്ടാകുന്നില്ല ഭിക്ഷാടനം നടത്തിയിട്ട് അതുപോലത്തെ ഒരു ചട്ടി അത് കട്ട്. നല്ല പാത്രമായിരുന്നു അത്. കേടുവന്നു അമ്മ ഒരു 25 വർഷം പഴക്കേണ്ടതല്ലേ അത്. പോട്ടെ, എത്ര വർഷങ്ങളായിക്കോട്ടെ, അത് നല്ല ഉപയോഗമുള്ളതാണ്. അപ്പൊ അമ്മ പറയടാ ഞങ്ങൾക്കൊക്കെ കുറവായി. എനിക്ക് തോന്നി അമ്മ അമ്മയുടെ ചില ചട്ടിയും അമ്മ അങ്ങനെയല്ല നമ്മുടെ ചില ചട്ടി ചില പാത്രങ്ങള് ഒന്നുമില്ലെങ്കിൽ പൊട്ടിപ്പോണം, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും കത്തിപ്പോണം. എന്നാലും അമ്മ വേറെ മേടിക്കരുത്. കാരണം എന്താ അറിയോ, ഈ ഭൂലോകം കണ്ടതിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുണ്ട്. ലോകം ഞാൻ എന്തൊക്കെ കണ്ടിരുന്നാലും ഇത്രയും വലിയൊരു പഴയ സാധനം സൂക്ഷിച്ചു വെക്കുന്ന ഒരു മ്യൂസിയം വേണം അമ്മ. അത് അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് എത്ര അത് ഉപയോഗം ഉള്ളവര് ഞാനത് കളയില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് അത്. അതിനാണ് ഇപ്പൊ എല്ലാരും നിങ്ങളോട് പറയില്ല അത് മാറ്റമ്മാ, അത് മാറ്റി നമുക്ക് ഇങ്ങനത്തെ വേറെ ഒന്നും മേടിക്കാതെ. അപ്പോഴും ഞാന് അത് ഇനി കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം. പക്ഷെ അത്ര പഴക്കമില്ലാത്ത സാധനത്തിനോട് നമുക്ക് അത്ര മതിപ്പില്ല. ഞാൻ പറഞ്ഞുതരാം. എന്നാലും രാത്രി കച്ചവടക്കാരൻ പഴയതുണ്ടോ ചോദിച്ചിട്ട് പോകുമ്പോഴേ അച്ഛനോട് അമ്മ പറഞ്ഞില്ലേ അത്ര പഴയതൊന്നുമല്ല, കുറച്ച് വർഷമായി, കൊണ്ടുപോകണാവോ ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞില്ലേ എന്നെ നോക്കിട്ടമ്മ. ഇല്ല ഇല്ലാന്ന് പറയല്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഏയ് മിണ്ടാട്ടിരുന്നോട്ടോ, കുട്ടീനെ തൊട്ടുള്ള കളി വേണ്ടാവുന്നില്ലേ. അപ്പൊ അച്ഛനാണ് സമയത്തിന് രക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ. അമ്മക്ക് പഴയ സാധനം ഉണ്ടോ ചോദിക്കുമ്പോ എന്നെ ഓർമ്മ വന്ന് ഉണ്ട്. പക്ഷെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ ഒന്നും തരണ്ട. അച്ഛനടുത്ത് പറയണം, അവരത് കൊണ്ടുപോകാൻ പറയും, പൈസ ഒന്നും തരണ്ട പറയും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടെന്ന് പറയുന്നത് ഇല്ലമ്മ. പാവി അമ്മ. അതിൽ നിന്ന് മുട്ട ഞാൻ അങ്ങനെ കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇന്നലെ അമ്മ പറഞ്ഞത് അതേപോലത്തെ ഒരു പാത്രം ഉറപ്പായിട്ട് മേടിച്ചു തരും കേട്ടോ. ഉറപ്പായിട്ട് ഇന്ന് തന്നെ മേടിച്ചു തരും കേട്ടോ. ആ പാത്രം ഞാൻ വീട്ടിനുള്ളിൽ വെക്കരുത് കേട്ടോ, അത് പുറത്തേക്ക് കളയണം. എന്നാ മേടിച്ചു തരാം. അത് സൂക്ഷിച്ചു വെക്കരുത് അമ്മ. അവസാനം അമ്പുജമ്മ ഉപയോഗിച്ച പാത്രം വന്നൊരു മ്യൂസിയമിൽ വെക്കുന്നുണ്ട് കേട്ടോ അമ്മ. അച്ഛമ്മ ഉപയോഗിച്ച പാത്രമൊക്കെ അമ്മ ചിലത് വെച്ചിട്ടില്ലേ എവിടെ ഉണ്ടമ്മ. അമ്മ വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അല്ല അത് വെച്ചോളൂ കേട്ടോ. ഏത് ഉരുളിയൊക്കെയല്ലേ അതൊക്കെ വെച്ചോളൂ. ഈ പഴയ കത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊക്കെയാണ് എനിക്ക്. അത് മൂർച്ച പോയ എന്ത് ചെയ്യാനമ്മ? ആ അതല്ലേ. പിന്നെ ചിലര് മേടിച്ചു തരില്ലേ, ആ സാധനം ഞാൻ കളയില്ല. എനിക്കത് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. അറിയാം അവര് മേടിച്ചതല്ലേ, അവരുടെ ഓർമ്മയില്ല, എങ്കിലും ഞാൻ കളയില്ല. അങ്ങനെ ഒരു തോന്നൽ വരണോ, എന്താ അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. അത് ശരിയാണ്. ഞാൻ ഒരു സ്പെക്സ് മേടിച്ചത് 14 വർഷമായി, അത് വലിച്ചെടുത്തിട്ടേ ഇല്ല. കൂടുതലായോ? അത് വിനുവിന് ആദ്യം ജോലി കിട്ടിയ സമയത്താ, 20 വർഷമൊക്കെ. അപ്പൊ പഠിച്ചെന്നാണോ? അത് ഈ പ്രാവശ്യം വരുമ്പോ വിനുവിന്റെ അടുത്ത് തന്നെ തിരിച്ചയക്കണം, അല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെ നോക്കിയാലും ഞാനാണോ എനിക്ക് ഓർമ്മയില്ല. അത് ശരി. അതിപ്പോഴും ഉണ്ട്. എന്റെ ഭഗവാനെ. അല്ല അതിന്റെ ഫ്രെയിം ഒക്കെ നല്ലതല്ലേ, സൂപ്പറല്ലേ. ഗ്ലാസ് ഇപ്പൊ മാറ്റണം തോന്നുന്നു. ഇപ്പൊ 14 വർഷം കഴിഞ്ഞിട്ട് ഭയങ്കര തന്നെ. 20 ആയിക്കോട്ടെ, എത്രയെങ്കിലും ആയിക്കോട്ടെ. എന്നാലും എൻ്റെ അമ്മ ഒരു ഭീകരിയും ഭയങ്കരയും തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോകത്ത് ആരെങ്കിലും സൂക്ഷിച്ചു. MGRന്റെ കണ്ണട പോലെയാണത്. MGRന്റെ കണ്ണട എപ്പോഴും മ്യൂസിയമിൽ കിടക്കുന്നുണ്ട്. ഇല്ലമ്മ, ഇതൊരു ദിവസം കാണിച്ചു കൊടുക്കുമ്മ. ആണോ? അത് ഉടുത്തിട്ട് ഫോട്ടോ ഒന്നും എടുക്കണ്ട, കൈ പിടിച്ചിട്ട് കാണിച്ചു കൊടുത്താലും മതി. എത്ര വർഷമാ? 40 വർഷം. സത്യം. അതിപ്പോ കിട്ടില്ല അങ്ങനത്തെ സാരി ഒന്നും. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആ ക്വാളിറ്റി ഇപ്പൊ കിട്ടുമെന്ന്. ആ വക സാരിയൊക്കെ എന്താ അത്ര പ്രത്യേകത എന്താ സാരിക്ക്? അത് എന്താണ് മൈസൂർ സിൽക്ക്. അതെയോ, മൈസൂർ സിൽക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഈ മൈസൂർ സിൽക്കൊക്കെ. അപ്പോൾ ഈ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തച്ചത്, ഈ ഉള്ളി ഇതുപോലെ ഉള്ളി ഇതുപോലെ നന്നായി ബ്രൗൺ കളറാവണം. അപ്പോഴാണ് ഈ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കും. അത് എന്താണെന്ന് അറിയില്ല. ഈ ഉള്ളി തക്കാളി സബോള അല്ലമ്മ തക്കാളിയുടെ മാത്രമല്ല നമ്മുടെ ഈ ഇപ്പൊ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ആ വറവിടുമ്പോൾ വരുന്നൊരു മണം കിട്ടും.
തട്ടത്തിൽ മറയത്തിൽ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ വേറൊന്നും കാണില്ല. എന്താ ഒരു രസം, അതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു മണമാണ് അതിൻ്റെ, നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞ ഒരു പാചകത്തിൻ്റെ ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ രുചി അറിയണമെങ്കിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് കുറച്ച് നേരം നിൽക്കണം. അതൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലായത് കേട്ടോ. പിന്നെ കറിവേപ്പില, കറിവേപ്പില ഒരു പിടി കറിവേപ്പില. ഇതിന് കൂടുതലാണ് കറിവേപ്പില അല്ലമ്മ? ഇതിന് കറിവേപ്പിലയാണ് ഇതിന് കൂടുതലുണ്ട്. അപ്പം നമുക്കിതിൽ ഒരു പിടി കറിവേപ്പില. അല്ലമ്മ അത് കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. ഇത് എല്ലാം കൂടി വെന്തിട്ടാണ്ട് ഈ കറിവേപ്പിലൊക്കെ അതിനോട് യോജിക്കും. അപ്പം അതിൻ്റെ ഫ്ലേവറും രുചിയും ഒക്കെ അതിലായിരുന്നു. അപ്പം അതിനൊരു പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ഈ കറിവേപ്പിലൊക്കെ വയറ്റിൽ തയ്ക്കാണ്ട് കിടക്കുമോ? ഇല്ല ഇല്ല. അപ്പം ചിക്കൻ ഇതിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സാധാരണ ഞങ്ങളൊക്കെ ബാച്ചിലർ റൂമിലൊക്കെ ഇരുന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ വെള്ളം നിർബന്ധമായിട്ട് ഇടുണ്ടായിരുന്നു. എല്ലാത്തിലും അങ്ങനെ വെള്ളം ഉണ്ടാക്കില്ല, ചിക്കനിലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? ഇതിന് ഉപ്പും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് പാകത്തിന്. അതുകൊണ്ട് ഈ പിന്നെ പച്ചമുളക് ഇത്തിരി കുറവാണോ അട്രാക്ഷൻ എനിക്കൊരു സംശയം. പച്ചമുളക് ലാസ്റ്റ് ഇടുമല്ലോ. ഇട്ടിട്ടില്ല അല്ലേ? അല്ല ഇട്ടിട്ടുണ്ട് ചതച്ചിട്ട്. പക്ഷെ എന്നാലും പിന്നെ ലാസ്റ്റ് ഇറക്കണേൻ്റെ മുമ്പ് ഗരം മസാല ഒക്കെ ഇടില്ലേ, അപ്പം ഞാനൊരു 2 പച്ചമുളകും കൂടി ഇടും. മനസ്സിലായോ? വേണ്ട, ഈ കറിവേപ്പിലയുടെ ആണ് ഇതിന് ടേസ്റ്റ് ഇതായി വെക്കുക. ഈ കറിവേപ്പിലയുടെ മണോ ഒക്കെ കൂടിയിട്ടാണ് ഇതിനൊരു ടേസ്റ്റ്. ഇതിന് കറിവേപ്പിലയാണ് മെയിൻ. അമ്മ പണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ കൂട്ടുകുടുംബത്ത് അന്ന് ഇത് അരച്ച് വെച്ചിട്ട് കേട്ടോ, അത്രയും ഇളക്കി കൊടുത്തില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അരച്ചു. അത്രയും പേരൊക്കെ ഉള്ളൊരു കാലത്തെ എൻ്റെ ഓർമ്മ ശരിയാവുകയാണെങ്കിൽ അല്ല ശരിയാണെങ്കിൽ വെള്ളം കുടിച്ചോട്ടെ. ആ വെള്ളം എന്താ ഞാൻ അങ്ങനത്തെ ഒന്നും ചോദിക്കാൻ പോണില്ല. ഇല്ല അമ്മ, ചെറിയൊരു ചോദ്യം മാത്രം. അതെന്താ അറിയാമ്മ, അന്നത്തെ ആ ഒരു സമയത്തമ്മ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പകാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഈ ഞായറാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വരെയും നോൺ വെജ് പറഞ്ഞൊരു പരിപാടി അന്ന് വെക്കില്ല. അന്ന് ഒരു ഞായറാഴ്ച മാത്രം തിരഞ്ഞെടുക്കും, അന്ന് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ബുധനാഴ്ചകളിൽ ആ നാട്ടിൽ മാർക്കറ്റുള്ള ദിവസമായതുകൊണ്ട് ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ ബുധനാഴ്ച ഫിഷ്, ഞായറാഴ്ച മട്ടനും ചിക്കനും 2 കൂടി അവിടെ വെക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ ശനിയാഴ്ച വൈകുന്നേരം വരെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പച്ചക്കറിയാണ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം കൂടെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ പിള്ളേർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗീ റൈസ് ആയിരിക്കും മിക്കവാറും. ഗീ റൈസ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അന്ന് ആരെങ്കിലും വരും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളാരും ഉണ്ടാക്കില്ല. അപ്പോൾ ഗീ റൈസ്, മട്ടൻ കറി, ചിക്കൻ ഇതൊക്കെ മിക്സായിട്ട് തിന്നൊരു ദിവസം കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾക്കും. അപ്പോൾ വലിയൊരു കുടുംബമല്ലേ, ഇങ്ങനെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ടേബിൾ എല്ലാം കൂടി അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ പറഞ്ഞ ഒരു 25 പേർക്ക് ഇരിക്കാൻ പറ്റുമോ? അത്രയും വലിയൊരു ഡൈനിങ് ടേബിളാണ്. അവിടെ വേറൊരു അടുക്കളയുണ്ട്, അവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തായിട്ട് ഇരിക്കുന്ന ഒരു ടീം. പിന്നെ കുറച്ച് പേര് ബെഡ്റൂം കൊണ്ടുപോയി കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ കഴിക്കൽ എന്ത് രസമായ ഒരു കാലമാണ് അന്ന്. ആ ഒരു ദിവസം എല്ലാവരും നല്ല സുഭിക്ഷമായിട്ട് കൊണ്ടുവരും ചെയ്യല്ലോ. അന്നൊക്കെ ഈ കോഴിയൊന്നല്ല, നാടൻ കോഴിയല്ലേ. അതൊരു 10-15 കോഴിയൊക്കെ കൊണ്ടുവരാം ഞായറാഴ്ച. പിന്നെ ആട്ടിറച്ചി വേറെ. അപ്പൊ എപ്പോഴും എന്താ ചെയ്യാ പറഞ്ഞാൽ ഈ കോഴി ഇറച്ചി ഫ്രൈ ചെയ്യും, ആട്ടിറച്ചി കറിയാണ് എന്നും. അങ്ങനെ ചിലപ്പോൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നിൽക്കും. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഉണ്ടാവും. അത് അത്രയും കൊണ്ടുവരും. അത് ആ 2 ദിവസം അങ്ങനെ പോയില്ലേ. പിന്നെ അത്രയും ആൾക്കാരില്ലേ, അത് വെച്ചുണ്ടാക്കണമെങ്കിൽ ഒരു പണിയാണ്. എന്താ പറയുക, ഒരു സദ്യ ഒരുക്കണ പോലെയാണ്. പിന്നെ ഗീ റൈസ് ഉണ്ടാക്കും ചില സമയത്ത്, പുട്ട്, അങ്ങനെ കൂടുതലും ഗീ റൈസാണ് ഉണ്ടാക്കുക. അതാണ് ഉണ്ടാക്കാൻ എളുപ്പമെന്നുണ്ട്. പിന്നെ ബുധനാഴ്ച മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും 2 ദിവസം ഉണ്ടാവും. ബുധനാഴ്ച കൊണ്ടുവന്ന വ്യാഴാഴ്ചയും ചിലപ്പോൾ വെള്ളിയാഴ്ചയും. പിന്നെ ഇത്രയും വലിയ കുടുംബത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടുവരണല്ലോ, അല്ലാണ്ട് കുറച്ചൊന്നും കൊണ്ടുവന്ന ആർക്കും തയ്യില്ലല്ലോ. കുറച്ച് കൊണ്ടുവരുന്ന വീടും അല്ലാതെ അച്ഛൻ അങ്ങനെ കൊണ്ടുവരുമില്ല, കൊണ്ടുവന്നിട്ട് തയ്യില്ല. അതുപോലെ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പച്ചക്കറി തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഈ ഞായറാഴ്ച വന്നാലറിയാം. പിന്നെ ആ നാട്ടിലെ ഒരു ഗുണം അങ്ങനെയാണ്, ഏത് വീട്ടിൽ പോയാലും ഞായറാഴ്ച. ഇപ്പൊ ഒരു ബന്ധുക്കാര് ഒരു വീട്ടിലേക്ക് ശനിയാഴ്ച വന്നു എന്ന് വെക്കുക, അവർ പറയും എന്തായാലും ശനിയാഴ്ച വന്നില്ലേ, വന്ന് ശനിയാഴ്ച പച്ചക്കറി തന്നെ കൊടുക്കുള്ളൂ. എന്നിട്ട് പറയും ഇനിയിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞായറാഴ്ച നന്നായിട്ട് നമുക്ക് കൂടി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്. അല്ല അവിടെ വിരുന്നുകാർ വന്ന അപ്പം തന്നെ പൊതുവെ എല്ലാവരും ശനിയാഴ്ച വന്നു പറഞ്ഞപ്പോൾ ശനിയാഴ്ച ഇന്നിപ്പോൾ പോണ്ട, നാളെ നമുക്ക്
നാളെ ഞായറാഴ്ച കഴിഞ്ഞ് പോകാൻ മതി. എന്താ പറയുക, ശനിയാഴ്ച ആ നാട്ടിൽ പൊതുവെ ആരും ഒന്നും നിങ്ങളുടെ അവിടെ അങ്ങനെയല്ല, നിങ്ങളുടെ അവിടെ വരും വിരുന്നുകാർ വന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഫുൾ അതന്നെ ആയിരിക്കും ദിവസങ്ങളിലൊക്കെ അതെ. അതെ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം അല്ലമ്മ. പിന്നെ കുറെ കാലം നമ്മളും അങ്ങനെ ആയിരുന്നു അല്ലേ, ഞായറാഴ്ച മാത്രം വെക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പൊ ഒരു 5-8 വർഷമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ തോന്നുമ്പോ ഏതെങ്കിലുമൊക്കെ സമയത്തൊക്കെ വെക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച നമ്മുടെ ഗസ്റ്റ് വന്നാൽ മാത്രമായിരുന്നു അങ്ങനെ വെക്കുന്നത് അല്ലേ. മേടിക്കും, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച മാത്രം മേടിക്കും. പക്ഷെ ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഞായറാഴ്ച ആയി കഴിക്കണം എന്നൊരു തോന്നലും വരും. അന്ന് മേടിക്കാണ്ടിരിക്കാൻ പറ്റൂല. ഇപ്പോ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞ, ഞാനൊരു ചോദ്യം ചോദിക്കണം അവരുടെ അടുത്ത്. ഇപ്പൊ ഇതിനെന്തായാലും ചെയ്യാണ്ടോ അമ്മ, കറക്റ്റായിട്ട് പറയണം കേട്ടോ. പറയുമെന്ന് ഞാൻ നോക്കണം. നമുക്ക് ബുദ്ധി ഉണ്ടോ എന്നുള്ളൊരു പരീക്ഷണം, ബുദ്ധി ഉണ്ടോ എന്ന് പരീക്ഷിക്കേ. എടാ അമ്മയ്ക്ക് ബുദ്ധിയില്ലേടാ, നിങ്ങളുടെ 2 മക്കൾക്ക് വളർത്തി ഭഗവാനെ വടി കൊടുത്ത് അടി മേടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഏകദേശം വടി കൊടുത്തുകൊണ്ടേ ഉണ്ടാവും. പണ്ഡിതനായി. ഇല്ലമ്മ ഞാൻ ചോദിക്കട്ടെ കേക്ക്. ഇപ്പൊ വീഡിയോ പിടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇരിക്കാൻ വരരുത് കേട്ടോ, ആൾക്കാർ തെറ്റിയിരിക്കും. അമ്മ ഭയങ്കര ഭീകരയാന്ന് വിചാരിക്കും കേട്ടോ. അമ്മ ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പോ നോക്ക്, ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ താജ്മഹൽ ഉണ്ടല്ലോ, താജ്മഹൽ മുംതാസിന് വേണ്ടി കെട്ടിയെന്നുള്ളത് സത്യമാണല്ലോ. ഈ ലോകം മുഴുവൻ അറിഞ്ഞല്ലോ. മുംതാസ് അത് അറിഞ്ഞോ? ചത്തതിന് ശേഷം എന്ത് കെട്ടിയിട്ട് എന്താ കാര്യം? അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ മക്കളായാലും ശരി, ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, ഒരു ചോദ്യം ചോദിക്കും, എത്ര ഇഷ്ടമുണ്ട് അമ്മ? എൻ്റെ ഇഷ്ടം എങ്ങനെയാ മനസ്സിലാക്കുക? എന്നോട് അമ്മയ്ക്ക് എത്ര ഇഷ്ടമുണ്ട്? അതെങ്ങനെ ഞാൻ കാണുക, ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? അത് പ്രകടിപ്പിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. നിൽക്ക് താജ്മഹൽ കെട്ടി മൂപ്പര്. മുംതാസ് അത് വല്ലതും അറിഞ്ഞോ? മുംതാസ് മരിച്ചിട്ട് കെട്ടിയിട്ട് മുംതാസ് അറിയില്ലല്ലോ. അതുപോലെ നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കണം. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര തൂക്കുണ്ട് നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ഇതെങ്ങനെ തിരിച്ചറിയുക? എങ്ങനെയുണ്ട് സ്നേഹം, എങ്ങനെ തിരിച്ചറിയുക? സ്നേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു രൂപമൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ അത് തിരിച്ചറിയുക? അല്ല എനിക്ക് പറ്റിയിട്ടുണ്ടമ്മ, എന്നാലും സ്വാഭാവികമായി ഒരു ചോദ്യം, എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഇതെന്തറിയോ, ഒരു കഥയുണ്ട്. അതൊരു രാജാവ് ചോദിച്ചത്. രാജാവ് ഒരു നിരീശ്വരവാദിയാണ്. അമ്മ എന്ത് പറഞ്ഞാലും രാജാവിന്റെ അടുത്തേക്ക് പോകില്ല. സാധാരണക്കാരായിട്ടൊന്നും ഒരു പിടുത്തല്ലേ അമ്മയ്ക്ക്? അപ്പൊ എന്തറിയോ, ഈ രാജാവിന്റെ ഒരു കഥയുണ്ട്, അത് കേക്ക്. എങ്ങനെ അറിയോ, രാജാവ് അയാളൊരു നിരീശ്വരവാദിയാണ്. അപ്പൊ അയാള് ആസ്ഥാന വിദ്വാൻ ഉണ്ട് ഒരാള്. അയാളോട് ഒരു ആസ്ഥാന വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശാലിയായ ഒരാൾ അവിടെ ഉണ്ടാവുമല്ലോ, പണ്ഡിതനോ അങ്ങനെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. നിന്നെ പോലെ തന്നെ വെച്ചോ. അപ്പൊ ആളോട് ചോദിച്ചു, അതെ ദൈവം എവിടെയാണ്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദൈവം എവിടെയാണ്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് ദൈവമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോ ദൈവം ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ഉണ്ടെങ്കിൽ എവിടെയാണ്, എന്താണ് ഇപ്പൊ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ പറയണ്ട, ഒരാഴ്ച സമയം തരാം. ഒരാഴ്ച കൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഈ മറുപടി പറയണമെന്ന് സഭയിൽ വെച്ചിട്ടാ ചോദിക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ആഘോഷം, ദൈവം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്ങനെ തെളിയിക്കുക, എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ എങ്ങനെ തെളിയിക്കുക എന്നുള്ള ഒരു വിഷമത്തിൽ ആളാ ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ പോയപ്പോൾ ആളിങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആൾക്കിട്ട് ഒരു മോളുണ്ട്, ഒരു 8-9 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി എന്താ അച്ഛൻ, എന്ന അച്ഛൻ രാജ്യസഭയിൽ നിന്ന് വന്നിട്ട് ഭയങ്കര വിഷമത്തിലാണല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ല ഈ പണ്ഡിത വിദ്വാൻ പറഞ്ഞു, അതിപ്പോ കുട്ടി അറിയേണ്ട കാര്യമല്ല മോളെ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രത്തോളം ഒരു എന്നാലും ഒന്ന് പറഞ്ഞു നോക്കച്ചാ. ഒരു വിഷമം ഒരാളോട് പറയുമ്പോൾ ആ വിഷമം പറയില്ലേ, അതുകൊണ്ട് ഒന്ന് പറയച്ചാന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്നാ പിന്നെ പറയാ അല്ലേ. അപ്പൊ ചിലപ്പോ ഞാൻ കുട്ടിയാണെങ്കിലും എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞപ്പോ വിദ്വാന് ശരി വന്നു. ശരി മോളെ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് ആളെന്ത് പറഞ്ഞു, മോളെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു എന്നോട്. എന്താ അറിയോ, ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ ദൈവം എവിടെയാണ്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്?
ഈ വിദ്വാനോട് രാജാവ് ചോദിച്ചു. അത് പറഞ്ഞല്ലോ ആദ്യം. അത് ആദ്യം പറഞ്ഞല്ലോ, അത് ഈ കുട്ടിയോട് പറഞ്ഞു. ഇങ്ങനെ ചോദിച്ചു. അതിന് ഞാൻ എന്ത് മറുപടിയാ പറയാ? മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നാണക്കേടാവും. സഭയിൽ വെച്ചിട്ടാണ് ചോദിച്ചത്. ഞാൻ ഇത്രയും വലിയ വിദ്വാനായിട്ട് ഇതിന് മറുപടി അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കും. ആ ചിന്തയിലാണ് മോളെ ഞാൻ പറയും. അയ്യോ, ഇതിനാണോ അച്ഛ ഇത്ര ചിന്തിക്കുന്നത്? അച്ഛ സ്വസ്ഥായി സന്തോഷമായിട്ടിരിക്കും. അതിനുള്ള മറുപടിയൊക്കെ എന്നെ കൊണ്ടുപോയാൽ മതി രാജാവിൻ്റെ അടുത്തേക്ക്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോടാ. നീയോ? ആ അച്ഛ ഞാൻ പറഞ്ഞോടാ. എന്താ മോളെ ഈ പറയുന്നത്? നീ കുട്ടിയല്ലേ? കുട്ടിയാണെങ്കിലും ചിലതൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും അച്ഛ. അച്ഛ സന്തോഷമായിട്ടിരിക്കും. ഞാൻ ശരി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടി കാണാൻ നല്ല ഓമനത്തുള്ള കുട്ടിയാണ്, അമ്മേനെ പോലെ. അമ്മ കുട്ടിയിൽ ഭയങ്കര ഓമനത്തായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുട്ടിയെ കണ്ടപ്പോ രാജാവിന് ഒരു ഇഷ്ടം. എന്താ ഇവിടെ ഈ കുട്ടിയെ കണ്ടപ്പോ രാജാവിന് ഒരു ഓമനത്തൊക്കെ തോന്നിയപ്പോ വാ മോളെ എന്ന് പറഞ്ഞിട്ട് അടുത്തിരുത്തിയിട്ട് ചോദിച്ചു, മോളെ എന്താ പേര് അതൊക്കെ ചോദിച്ചു. കുട്ടി പറഞ്ഞു. അപ്പൊ ഞാനല്ല എന്റെ മോളാണ്. അപ്പൊ മറുപടി കിട്ടിയോ ചോദിച്ചു. അപ്പൊ ഞാനല്ല എന്റെ മോളാണ് മറുപടി പറയാറുണ്ട്. അപ്പൊ രാജാവ് വേഗം അടുത്ത് വിളിച്ചെത്തി. കുട്ടിയെ ശ്രദ്ധിച്ചപ്പോ കുട്ടിയുടെ മുഖത്തുള്ള ഓർമ്മത്വം സൗന്ദര്യം കണ്ട ആൾക്കൊരു ഇഷ്ടം. ഏതാണ്ട് അമ്മ കുട്ടിയായിരിക്കുമ്പോൾ അതേ സൗന്ദര്യമായിരിക്കും പറഞ്ഞോളൂ. അയ്യോ അപ്പൊ രാജാവ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവച്ചിട്ട് ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തപ്പോ കുട്ടി ആ പാലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി നോക്കുകയാണ്. അയ്യേ, എന്ത് വൃത്തിയായിട്ട കുട്ടിയത്? അത് അമ്മ തന്നെ ആയിരിക്കും. ഇളക്കി നോക്കുക കൈയിട്ടിട്ട്. അപ്പൊ രാജാവ് എന്താ കൂടെ ഈ കാണിക്കുന്നത്? വൃത്തിയേട് കാണിക്കരുത്. അല്ല, ഞാനിതിന് വെണ്ണ ഉണ്ടോന്ന് നോക്കരുത്. പാലിന് വെണ്ണ ഉണ്ടെന്ന് പറയുമല്ലോ, അതുണ്ടോന്ന് നോക്കിയതാണ് മഹാരാജാവേ. അയ്യോ മോളെ, വെണ്ണ ഇത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ലേ മോളെ. അത് ഒഴിച്ച് തൈരുണ്ടാക്കി അതിൽ നിന്ന് കടഞ്ഞിട്ട് വേണം എടുക്കാൻ. അതൊക്കെ രാജാവിന് അറിയാല്ലേ. അതേപോലെ തന്നെ കഠിന പ്രയത്നം, അത്യന്തമായ ഭക്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിന് കാണാൻ കഴിയൂ. കടമ്പകൾ ഒരുപാട് കടന്നിട്ട് ഒരുപാട് കടമ്പകൾ കിടക്കണം. സത്യസന്ധത, ഭക്തി, പിന്നെ എന്താ പറയാ കഠിനാധ്വാനം പോലെ തന്നെ. അതുപോലെയാണ് ദൈവത്തെ കാണാൻ കഴിയും. ഈ പാലിൽ നിന്ന് എങ്ങനെയാണ് വെണ്ണ എടുക്കണമെങ്കിൽ അത് ഒഴിച്ച് തൈരുണ്ടാക്കി കടഞ്ഞെടുക്കണ്ടേ, അതുപോലെ തന്നെയാണ് അത്രയും ബുദ്ധിമുട്ടും കഠിന പ്രയത്നത്തിൽ ഇവിടെ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ. അത് ശരി. അപ്പൊ ആദ്യത്തെ ഇതിന് ഉത്തരം കിട്ടി. അപ്പൊ പറയൂ, ദൈവം എവിടെയാന്നുള്ളത് അവിടെ കിട്ടി. ദൈവം എങ്ങനെയുണ്ട് എന്നുള്ള അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ. എന്താണ് ചെയ്യുന്നത്, ദൈവം ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ആവുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോ ദൈവം എന്താണ് ചെയ്യുന്നതിനുള്ള ഉത്തരം പറയാം. പക്ഷെ ഉത്തരം ഒരു ശിഷ്യനായിട്ടാണോ ഗുരുവായിട്ടാണോ രാജാവെ ചോദിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഉത്തരം പറയുന്നവരാണല്ലോ മോളെ ഗുരു. അപ്പൊ ചോദ്യം ചോദിക്കുന്നവർ എപ്പോഴും ശിഷ്യനായിരിക്കുമല്ലോ. അതുകൊണ്ട് മോൾ തന്നെയാണ്. എന്നാ പിന്നെ രാജാവ് ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ഞാനിരിക്കുന്ന സ്ഥലത്തിരിച്ചു. ഞാൻ ആ സിംഹാസനത്തിൽ ഇരിക്കട്ടെ, ഗുരു അല്ലേ. അപ്പൊ ശരി എന്ന് പറഞ്ഞ് രാജാവ് സമ്മതിച്ചു ഇരുന്നപ്പോ ഈ കുട്ടി അങ്ങനെ സിംഹാസനത്തിന്റെ മുകളിൽ ഭയങ്കര ഗമയോടെ ഇരുന്നു. രാജാവ് ഈ കുട്ടി ഇരിക്കുന്ന പോലെ വളരെ ഇതിലിരുന്നു. അപ്പൊ പറയാം, ഇതാണ് ഇപ്പൊ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മനസ്സിലായോ? മനസ്സിലായി. ഈ കുട്ടി താഴെ ഇരുന്നപ്പോ ഈ കുട്ടി സാധാരണ ഒരു വിദ്വാന്റെ മകള്, അത് രാജാവ് ചക്രവർത്തി. അപ്പൊ ഈ സ്ഥാനം ഇറക്കാൻ എത്ര മിനിറ്റ് വേണ്ടി വന്നു ദൈവത്തിന്? ആ സിംഹാസനത്തിന്റെ മുകളിൽ ഈ കുട്ടി ഇരുന്നില്ലേ? ചെറിയവനെ വലിയവനാക്കാനും വലിയവനെ ചെറിയവനാക്കാനും ഈ കർമ്മം തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പരിപാലനം. അപ്പൊ ദൈവത്തിന് ഒരു നിമിഷം മതി എന്തും മാറ്റിമറിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസങ്ങളൊന്നും വേണ്ട. അപ്പൊ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവം എങ്ങനെ ഇരിക്കുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നല്ല വ്യക്തമായ മറുപടിയാണ്. ദൈവം ഒന്നുണ്ട്. പാലില് വെണ്ണ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. പാലില് വെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം എന്ന് പറയും പോലെ ദൈവത്തിനെ കാണാനും പരിശ്രമവും പ്രയത്നവും വേണം. അതുപോലെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വലിയവനെ ചെറിയവനാക്കുകയും ചെറിയവനെ വലിയവനാക്കുന്ന മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും എപ്പോഴും ദൈവം മനുഷ്യരുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു രാജാവ് എന്നും രാജാവായിരിക്കില്ല, ഒരു സാധാരണക്കാരൻ എന്നും സാധാരണക്കാരായിരിക്കില്ല.
പരിവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയത്നം എന്നത് അതിനെല്ലാം വേണം. കാരണക്കാരൻ ദൈവം മാത്രമാണ്. അതെ. അല്ലാണ്ട് നമ്മുടെ പ്രയത്നമല്ല, നമ്മൾ ചെയ്ത ഇതുമല്ല. അത് ദൈവത്തിന്റെ എന്താണ് കടാക്ഷാണ്. നമുക്ക് നല്ലത് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ കുട്ടി സിംഹാസനത്തിൽ അത്ര നേരം ഇരിക്കാനായില്ല, രാജാവിനെ താഴെയാക്കിയിട്ട്. പിന്നെ ഒരു നിമിഷം കൊണ്ട് രാജാവ് താഴെ, ആ കുട്ടി മുകളിലായി. അതുകൊണ്ട് ഈ സാഹചര്യം ശാശ്വതമല്ല, നാളെ ഇതും മാറും. ഈ കഠിനമായ ഈ സമയവും എന്നേക്കും നിലനിൽക്കില്ല, അതും കടന്നു പോകും. ഏത് ദരിദ്രനായാലും അവൻ ധനികനാവാനും. അപ്പൊ എല്ലാവരോടും ചോദിക്കും എന്താണ് ജോലി, എന്താണ് ജോലി എന്ന്. അങ്ങനെ ഒരു മണ്ടനായ രാജാവ് ചോദിച്ചു, ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരോടും ചോദിക്കുന്നത് മകൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ രാജാവ് ചോദിച്ചപ്പോൾ ദൈവം പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയവനെ ചെറിയവനാക്കണം, ചെറിയവനെ വലിയവൻ, കർമ്മത്തിനനുസരിച്ചുള്ള ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആര് എപ്പോൾ ഏത് സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങണമെന്നും താഴെയുള്ള സ്ഥാനത്തുള്ളവ എന്ന് ഉയരങ്ങളിൽ എത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മബലത്തിനനുസരിച്ച് അവൻ്റെ ജീവിത ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ദൈവം പറഞ്ഞ മറുപടി അല്ലേ? അവര് മാറിക്കൊണ്ടേയിരിക്കും. അതെ, എല്ലാവർക്കും മാറ്റങ്ങൾ സംഭവിക്കും. എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പൊ രാത്രി പകലാവും, പകല് രാത്രിയാവും. ഇല്ലേ? അഹങ്കാരമുള്ളവൻ താഴെ ഇറങ്ങും, നിസ്വാർത്ഥനായ ഒരു വ്യക്തി മുകളിൽ. ദൈവത്തിന് എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ആ ദൈവം അവരുടെ ഇതിനനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക്. നാടകമാണ് ഉലകം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആ നാടകത്തെയും കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, സൂത്രധാരനാണ് ദൈവം. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പലരുടെ കണ്ണുകളിൽ നിന്നും എന്തെന്ന് വേണമെന്ന് രക്ഷപ്പെടാം. ദൈവം എന്നൊരു സൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേ ഉണ്ടാവുന്നില്ല, സത്യം കൂടി ഉണ്ടായില്ല അല്ലേ? നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അവനവന്റെ കർമ്മത്തിനനുസരിച്ച് കിട്ടി. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്ത്? അതെനിക്ക് എന്നും അറിയാലോ. അത് ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ. പിന്നെ അപ്പൊ ഈ ഗരം മസാല ഇട്ട് കൊടുക്കാൻ ഇത് വെന്തു. പാവല്ലേ വന്നത് സ്നേഹിക്കണ്ട. പാവല്ല, കുറച്ച് സ്നേഹം തന്നെ കൊടുക്കണ്ടോ? അങ്ങോട്ട് കൊടുക്കാവുന്ന സ്നേഹിക്കുകയാണ്. അമ്മ കുറച്ച് സ്നേഹം തന്നെ കൊടുക്കണ്ടു, ബാക്കിയൊക്കെ എങ്ങനെയൊക്കെ കിട്ടിക്കോളും. ലോകത്ത് കൊടുക്കേണ്ടത് സ്നേഹം മാത്രമാണ്, മനസ്സിലായില്ലേ? അത് മാത്രം കുറച്ച് നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോൾ ഈ പച്ചമുളക്. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് അവസാനിച്ചോ, കഴിഞ്ഞോ? ഇതിൻ്റെ 2 മിനിറ്റ് ദിവസം ലാസ്റ്റ് ചെറുനാരങ്ങ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരും. അപ്പോൾ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്, ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യത്തിനൊക്കെയുള്ള മറുപടി കിട്ടി. നമ്മുടെ പരിശ്രമവും ശ്രമവും നമ്മുടെ പ്രാർത്ഥനയും സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ദൈവത്തിനെ കാണാൻ പറ്റും. ദൈവം ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വരാൻ ആർക്കും രൂപത്തിലാണ് വരിക എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഒരാളിൻ്റെ രൂപത്തിൽ വന്നിട്ട് എന്തെങ്കിലും നന്മ ചെയ്യും. അങ്ങനെ ആ നിമിഷം ആ മനസ്സിൽ, ആ ഹൃദയത്തിൽ ദൈവം കുടിയിരിക്കും. അങ്ങനെ നേരിട്ട് വന്നിട്ട് ചെയ്തില്ലെങ്കിലും വേറെ രൂപത്തിൽ വന്നിട്ട് ജനനവും മരണവും സൃഷ്ടിയും പരിപാലനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ കർമ്മം. ഇതുകൂടി വെച്ച് കൊടുക്കാം. ഇതുകൂടി വെച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി കഴിയും. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുമല്ലോ, ചെറിയ ഭക്ഷണങ്ങൾ വരെ. അത്രേ ഇല്ല, കണ്ടോ? ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കണ്ടില്ലേ? വെള്ളം ഒഴിക്കാൻ തന്നെ വെള്ളം ഉണ്ടായി. അത് ഇനിയിപ്പോൾ ഞാൻ അമ്മനെ ഒരു ഫോൺ വിളിച്ചിട്ട് അമ്മ എവിടെയാണെന്ന് ചോദിച്ചാൽ നീ വെണ്ണ എടുത്ത് കടയണമെന്ന് പറയരുത് കേട്ടോ, അങ്ങനെ തരാൻ വേണ്ടിയിട്ട് അത് പറയരുത്. എനിക്കിഷ്ടമായി. അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പം ചിക്കൻ ഉണ്ടായിക്കൂടെ, കുറച്ച് കഴിഞ്ഞാൽ കായ്പൊക്കെ ഉണ്ടായിക്കൊണ്ടുണ്ടാവും. അങ്ങനെ പരിപാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചിക്കനാവും. അല്ലല്ല, എനിക്ക് വേണ്ടിയില്ല. അച്ഛനും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇവിടെ ചോട്ടപ്പനും അനുമോളൊക്കെ ഉണ്ടെങ്കിലാണ് ഇവിടെ ഒരു കഴിക്കാനൊരു മത്സരമൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ആർക്കും ഇല്ല. പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ. ഒരു കഷ്ണമൊക്കെ ഇവർ കഴിച്ചെങ്കിൽ കഴിച്ചു. അപ്പോൾ ഈ പരിപാലനം പോലെ തന്നെ അപ്പം ഞാൻ ചോദിക്കുകയാണ്, അമ്മയെ കണ്ടിട്ടുണ്ടോ ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും അമ്മയെ കണ്ടു, അടുക്കളയിലാണ്, കാണണമെങ്കിൽ പരിശ്രമിക്കണം, അവിടെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും പോലെ ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയും ഇപ്പം ചിക്കൻ ചെയ്തുകൊണ്ടിരിക്കണം, അത് ഒരാളുടെ നന്മയ്ക്ക് കൊടുക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ കായ്പൊക്കെ ചെയ്യും, അത് അയാളുടെ തിന്മയ്ക്കനുസരിച്ച് നമ്മൾ താഴോട്ട് കൊണ്ടുപോകണമെന്ന് പറയും. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ടോട്ടലി കേട്ടോ. അപ്പൊ ദൈവം അല്ല അല്ല അല്ലമ്മ, അതിന് ഞാനൊരു കഥ അല്ലമ്മ നെഗ്ലക്ട് ചെയ്തല്ല.
അപ്പൊ കേക്ക് അമ്മ മുഴുവൻ കേക്കമ്മ. അതായത് ദൈവം പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുകളിലുള്ളവനെ താഴെ ഇറക്കും, താഴെയുള്ളവനെ മുകളിൽ ഇറക്കും പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അമ്മ എന്ത് ചെയ്യണു? ചിക്കൻ മുകളിൽ ഇനിയിപ്പോ ഞാൻ വേണ്ടാത്ത വല്ലതും പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് അവിടെ കയ്പൊക്കെ വെക്കും. അപ്പൊ എന്താ പറഞ്ഞാൽ മുകളിലുള്ളവനെ താഴെയും താഴെയുള്ളവനെ മുകളിലും ഒക്കെ അതാണ് പരിപാലനം നടത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയണം? അത് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ അമ്മേനെ പോലെ ഒന്നല്ല, കടഞ്ഞ് നോക്കേണ്ടി വരും. എനിക്ക് കടഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം മതി എനിക്ക് വെണ്ണേനൊന്നും കടയാറൊന്നും എനിക്ക് സമയമില്ല കേട്ടമ്മ. എനിക്കൊരു ദൈവത്തിന് അറിയില്ല, അതിവിടെ ഉണ്ട്. അത് വന്നിട്ട് നിനക്ക് നാളെ മട്ടൻ ഉണ്ടാക്കി തരുന്നത് നീ വിചാരിക്കണ്ട. ഇപ്പൊ തിന്നിട്ട് മുണ്ടായിക്കൊള്ളണം. എനിക്ക് ഇതൊന്നും ഉണ്ടാക്കലല്ല പണി. എനിക്ക് കുമ്പളങ്ങയും കൊണ്ട് അപ്പൊ എനിക്ക് കുമ്പളയും കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാണ്ട്. സ്റ്റോപ്പ് ഇറ്റ് അല്ലെ? മതി, നീ ഒരുപാട് സംശയിക്കണ്ട. ഇന്നലെയും കൂടി അമ്മ കഴിക്കാൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ വിളിക്കാൻ? ഇന്നലെ എന്താ ഉണ്ടാക്കി? വിളിച്ചോളൂ. കണ്ടില്ലേ, ഇതൊരു ചിക്കൻ ഫ്രൈ ആണ്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നില്ലേ? ചിക്കനിൽ ഇങ്ങനെ തന്നെയല്ലേ, വേറെ 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 ടൈപ്പിന്റെ മസാല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലാണ്ട് ഇങ്ങനെ അതന്നെ. അപ്പൊ ഇഷ്ടാവും എല്ലാവർക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ നിന്നപ്പോൾ നല്ല മണമൊക്കെ അടിച്ച് നല്ല മസാലയുടെ മണമൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഊണ് കഴിക്കാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ വിളിച്ചു പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതും ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ ബായ്.